സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകളാണ്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം, 12.5 കിലോമീറ്റർ നീളമുള്ള ആലപ്പുഴയുടെ സ്വന്തം എലിവേറ്റഡ് ഹൈവേ. പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടനുബന്ധിച്ചിട്ട് ഇവിടുത്തെ ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ട്. അതായത് ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു പാലം വെറും ഒരു പാലമല്ല. അത് കണ്ട നിങ്ങൾ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ 2 ബെയറിംഗ് ഉണ്ട്. ബെയറിങ്ങിൻ്റെ മുകളിലാണ് ഗർഡർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ കാണാം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണൽ തുടങ്ങിക്കോളൂ. ഈ ഒരു പാലം സംഭവമാണ്. എൻജിനീയറിംഗ് മഹാത്ഭുതം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ഇട്ടാവട്ടത്ത്, അതായത് ഈ കേരളം എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് ഇമ്മാതിരി ഒരു പാലം നിർമ്മിക്കൽ ചെറിയൊരു കാര്യമല്ല. കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് അതിലെ ചെറിയ ജില്ലയായിട്ടുള്ള ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലം വരുന്നത്. അപ്പോൾ ആ പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ബീം ഉപയോഗിച്ചിട്ടാണ് ഇതിന് മുകളിൽ ഗർഡർ ലോഞ്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഗർഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ബീം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും ബീം ഇല്ല. അപ്പോൾ ഈ പണി കഴിഞ്ഞ് ഈ ഭാഗം, ഇപ്പോൾ ഈ ഒരു ഗർഡറിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട്, നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ അടിയിൽ സർവീസ് റോഡിൻ്റെ പണി കൂടി കഴിഞ്ഞ് അത് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യം ഉണ്ടാകും. ഏതായാലും ഈ ഭാഗത്ത് ഏകദേശം 4 സ്പാൻ ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. തുറവൂർ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചതല്ലോ, 2 ബെയറിങ്ങിന് മുകളിലാണ് ഈ ഗർഡറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എന്ത് പണിയാണ്, ഇത് ഇതിൽ താങ്ങുമെന്നൊക്കെ ആളുകൾക്ക് തോന്നിപ്പോകാം. കണ്ടില്ല നിങ്ങൾ, 2 കല്ല് വെച്ച് അതിന് മുകളിൽ ഈ ഒരു സാധനം വെച്ച പോലെ നിങ്ങൾക്ക് തോന്നണില്ലേ? ഇതിലുണ്ട് ഒരു എൻജിനീയറിംഗ് വിസ്മയം. അതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബെയറിങ്ങിന് മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഗർഡറുകൾ തമ്മിൽ പരസ്പരം യോജിപ്പിച്ചില്ലേ, അതിൻ്റെ പേരാണ് ഡയഫ്രം. അതിന് മുകളിൽ നമ്മൾ സ്ട്രെസ്സിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രെസ്സിങ് കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, പിയർ ക്യാപ്പിലും സ്ട്രെസ്സിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതും 1, 2 അല്ല, ഒരുപാട്. അതായത് ഗർഡറിൽ കൊടുത്ത് അതേപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രെസ്സിങ് കേബിൾ കൊണ്ട് സാധനം ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇന്ത്യൻ്റെ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് മാതൃകയിലാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്നത്. പിന്നെ 3 സ്പാൻ ഇടവിട്ടിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻ വരുന്നത് കേട്ടോ. 3 സ്പാൻ ഇടവിട്ടിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻ വരുന്നുള്ളൂ. എല്ലാ സ്പാനിടയിലും എക്സ്പാൻഷൻ ജോയിൻ വരുന്നില്ല. പിന്നെ ഈ പാലത്തിൽ നിന്ന് 2-3 സ്ഥലത്തേക്ക് എക്സിറ്റും എൻട്രി ആകാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അതായത് പാലം അങ്ങനെ ഫുള്ളായിട്ട് പാലല്ല, 2-3 സ്ഥലത്ത് മെർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ മെർജിങ് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ മെർജിങ് പോയിന്റ് അല്ല, ഇൻ്റർചേഞ്ച് വരുമോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. ഇൻ്റർചേഞ്ച് ഒരിക്കലും വരില്ല, റാം സിസ്റ്റത്തിലായിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. മെർജിങ് പോയിന്റ് വരുന്നത് റാം സിസ്റ്റത്തിലായിരിക്കും, മെർജിങ് പോയിന്റ് ഒരിക്കലും വരില്ല. മെർജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ഹൈവേൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചെന്നില്ല, ആ KGF-ലൊക്കെ ഇങ്ങനെ 100 ഇങ്ങനെ ഒന്നുകണ്ട് ഹൈവേ നമുക്ക് കയറി പോണേ, ആ സിസ്റ്റത്തിലല്ല ഇവിടെ വരുന്നത്. റാം, അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചെർക്കള മേൽപ്പാലത്തിൽ ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഇവിടെ 2 സൈഡിലും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എലിവേറ്റഡ് പാതയുടെ പണികൾ എത്രത്തോളം എത്തി? 12.7 കിലോമീറ്ററാണ് ഈ അശോക ബിൽഡ്കോൺ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള റീച്ച്. അതിൽ 353 പിയറുകളിലായിട്ടാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്നത്. സിംഗിൾ പിയറിൽ കേട്ടോ, 353 പിയർ. അപ്പോൾ ഒരുപാട് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട്. 2-3 സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന, അതായത് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആലപ്പുഴയിലുള്ള സുഹൃത്തുക്കളെ, ആലപ്പുഴ നാക്ക് വടിച്ചിട്ട് പറയടാ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ, ആലപ്പുഴ എന്ന് പറയുന്നത് ഞാൻ ഈ കേരളത്തിലുള്ള ഒരു ജില്ലേനെ പറ്റി തന്നെയാണ് പറയുന്നത്, അല്ലാതെ ഇന്ത്യയിലെ വേറെ ഏതോ സ്ഥലത്തിനെ പറ്റിയല്ല. ചില ആളുകളുടെ തെറി കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ തോന്നിപ്പോവും. അപ്പോൾ ഏതായാലും തുറവൂർ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പിയർ ക്യാപ്പൊക്കെ സ്ട്രെസ്സിങ് കേബിൾ കൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രെസ്സിങ് സിദ്ധാന്തം, അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ അശോക ബിൽഡ്കോണിൻ്റെ റീച്ചിൽ ഏകദേശം എത്രത്തോളം പണികൾ പൂർത്തിയായി എന്ന് വെച്ചാൽ, ഫിസിക്കലി 353 പിയറിൻ്റെ പണിയിൽ 90% പെയിലിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കലി നമുക്ക് ഒരൊറ്റ കണക്കായിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, പല കണക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും
90% പെയിലിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പെയിലിംഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അന്ന് നമ്മൾ പറഞ്ഞത് നമുക്ക് എന്ന് ഏറ്റവും ആയം കൂട്ടിയിട്ടുള്ള പെയിലിംഗ് 60 മീറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും 80 മീറ്റർ വരെ താഴ്ചയിൽ പെയിലിംഗ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഏകദേശം ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലത്ത് പെയിലിംഗ് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു. നിലവിലുണ്ടായിരുന്ന 4 വരിയിലൂടെ ആയിരുന്നു വാഹനങ്ങൾ അന്ന് പോയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു 12.5 കിലോമീറ്റർ 4 വരിയിലൂടെ ഒരു ഭാഗത്തും വാഹനങ്ങൾ പോകുന്നില്ല. എല്ലാ ഭാഗത്തും പൈലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൈലിംഗ് 90% പൈലിംഗ് പൂർത്തിയായിട്ടുണ്ട്. അന്ന് 60 ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പല ഭാഗത്തും 80 മീറ്റർ വരെ താഴ്ചയിൽ പോയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്നത്. നമ്മൾ AC റോഡിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും അവിടെയും 70 മീറ്റർ വരെ താഴ്ചയിൽ പൈലിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് അവിടുത്തെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ മണ്ണ് ക്ലേ ആണ്. നമ്മൾ ആ ഭാഗത്തൊക്കെ കുറച്ചാണ്ട് കഴിച്ചിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കരിമ്പാറ കാണും. ഇവിടെ ആ സാധനമല്ല, ഇവിടെ ഫുള്ള് കളിമണ്ണാണ്. അപ്പോൾ 90%-ഓളം പെയിലിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 60%-ഓളം പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 20%-ഓളം ഗർഡർ ഇൻസ്റ്റാളേഷൻ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഗർഡർ എടുത്തു വെച്ച ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുക എല്ലാം കൂടി ചേർത്തിട്ടാണ് 20% കേട്ടോ. അപ്പോൾ ഈ ഒരു ഗർഡർ എടുത്തു വെച്ചതിന് ശേഷം ഈ ഗർഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് C-ബീം ആദ്യം വെക്കും. C-ബീം ചെയ്തതിന് ശേഷം ഡയഫ്രാം വെക്കും. ഡയഫ്രാം എന്ന് പറഞ്ഞാൽ ഗർഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കണ്ട് ആ സാധനമാണ് പിന്നെ ബെയറിങ്ങിൻ്റെ മുകളിൽ വെക്കൽ. അങ്ങനെ പിയർ കേപ്പിൻ്റെ മുകളിൽ 2 ബെയറിങ്ങിന് മുകളിലാണ് ഈ ഒരു ഡയഫ്രാം വെക്കൽ. ഡയഫ്രാമിൻ്റെ ഉള്ളിൽ 7 ഗർഡർ ഉണ്ട്. ഒരു സ്പാനിടയിൽ 7 ഗർഡറാണ് വെക്കുന്നത്. 32 മുതൽ 35 മീറ്റർ വരെ നീളമുള്ള ഗർഡറുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക്. ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന ആളുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് പൊടിയും മണലും മണ്ണും മഴയും കൊണ്ടുകൊണ്ടാണ് ആൾക്കാർ ഇതിലൂടെ പോകുന്നത്. ഞാനിതിൻ്റെ വീഡിയോ എടുത്തിൻ്റെ റബ്ബേ മാസ്ക് ഇട്ടിട്ട് വരെ ഞാൻ കുരച്ച് ഇടങ്ങാറിയിക്കണം. അമ്മാതിരി പൊടിയാണ്. പിന്നെ ഒരു സമാധാനമുണ്ട്, ഈ ഭാഗത്തെ പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടെ പോകാം. വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട. 12.5 കിലോമീറ്റർ ഇങ്ങനെ സുഖമായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എന്താ സുഖം. കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ട് ഇതേപോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ സർവീസ് റോഡും കൂടെ എന്താ സുഖം, എന്താ കാറ്റ്, എന്താ തണുപ്പെന്നരോ. ഇതൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട, എന്താ സുഖം. ഇപ്പം ഇങ്ങനെ കുറച്ച് പൊടിയുണ്ട്, കുറച്ചല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന, അതായത് തുറവൂരിൽ നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ വല്ലാതെ ബുദ്ധിമുട്ടില്ല. കാരണം റോഡ് പറ്റ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നുമില്ല, വല്ല പൊടിശല്യ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ സൈഡിൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് വൻ ഷോക്കാണ്. ഏത് സമയത്തും നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് ഗതാഗതക്കുരുക്കിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. പിന്നെ ഇതേപോലത്തെ മാൻ ലിഫ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം ഒരു 25 പോലെ ഉണ്ട്. കാരണം തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗർഡറിൻ്റെ വെയിറ്റ് എത്ര നിങ്ങൾ 80 ടണ്ണാണ്. ഇത് സാധനം ഇങ്ങനെ ഇൻ്റെ മാതിരി തടില്ലാതെയാണ് നിൽക്കുന്നത്. പക്ഷേ ഉള്ളിൽ പവറുണ്ട്. ഇതിൻ്റെ അതേമാതിരി കാണുമ്പോൾ തടില്ലാത്തൊരു സാധനം. ഇത് 80 കിലോനൊക്കെ ഉണ്ടോ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ സാധനം സെറ്റാണ്. പിന്നെ പല ഭാഗത്തും നമ്മൾ പൈൽ ടോപ്പ് നിർമ്മിച്ച് അതിന് മുകളിൽ കമ്പി ഇങ്ങനെ കെട്ടിയിട്ടാണ് പിയർ നിർമ്മിക്കുന്നത്. ഇവിടെ പല സ്ഥലത്തും കമ്പി പ്രീകാസ്റ്റഡ്, അതായത് കമ്പി റെഡിമെയ്ഡായിട്ട് വേറെ ഒരെണ്ണോ കെട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ പിയർ കേപ്പിൻ്റെ കമ്പികൾ അതേപോലെ ഇതിന് മുകളിൽ ക്രെയിൻ ഉപയോഗിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് അതിന് മുകളിൽ തന്നെയാണ് കമ്പി കെട്ടുന്നത്. അങ്ങനെ നമ്മൾ എരുമല്ലൂർ എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗർഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് 80 ടൺ ഭാരമുള്ള 35 മീറ്റർ നീളമുള്ള ഗർഡർ ഇതിന് മുകളിൽ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പകൽ സമയത്തും രാത്രി സമയത്തും 24 മണിക്കൂറും ഇവിടെ തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് പറഞ്ഞാൽ പണി നടക്കും, എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഭാരവാഹനങ്ങൾ പോലീസ് പല ഭാഗത്തുനിന്നും, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. തുറവൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കുമ്പളങ്ങി ഭാഗത്തു കൂടെയാണ് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഭാരവാഹനങ്ങൾ കടത്തി വിടുന്നത്. അപ്പോൾ ഈ ഒരു എരുമല്ലൂർ ഭാഗത്ത് ഗർഡർ ലോഞ്ചിങ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഗർഡർ സർവീസ് റോഡിൽ നിന്ന്, അതായത് സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് തെന്നി മാറിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ട്രാഫിക് വിടുന്നുണ്ട്. അപ്പോൾ പകലില്ലാതെ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സർവീസ് റോഡ്, ഇതിപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ്. ഇതാണ് പിന്നെ കുറച്ച് മോശം. ഇതിലാണ് കുറേ പൊടികളുള്ളത്. പൊടിമണ്ണ് ഇങ്ങനെ തിന്നിട്ടാണ് ആൾക്കാർ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ആംബുലൻസും കുടുങ്ങി കിടക്കുന്നുണ്ട്. കട്ട പുക സീനാണ് ഈ ഭാഗത്ത്. നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ ഇവരോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, 30 മീറ്ററാണ് ഇവിടെ ആകെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. 30 മീറ്ററിൽ ഈ ഒരു ഗർഡർ ലോഞ്ചിങ് ചെയ്യണം.
ഗാൻട്രി ക്രെയിൻ ഉപയോഗിക്കണം. അതിന് മുകളിൽ പിന്നെ സി ബീം റിമൂവ് ചെയ്യണം. സി ബീം റിമൂവ് ചെയ്യണതിനെ പറ്റി ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. ഞാൻ വന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. സി ബീം എടുക്കുന്നത് ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. കാരണം സി ബീം ഒരിക്കലും താഴോട്ട് ഇറക്കില്ല, അത് അയിമെന്ന് ഇങ്ങനെ ചെരിച്ചിട്ട്, അതായത് ആ വലിയ സാധനമല്ല, ഈ ഒരു 30 മീറ്ററിലത് കൊള്ളണ്ടേ, അപ്പോൾ ആ സാധനം ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് അതിന് മുകളിൽ നിന്ന് നമ്മളിപ്പോൾ തുറവൂർ ഭാഗത്ത് കണ്ടില്ല ഞങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലൊരു സാധനം കണ്ടില്ല, ആ സാധനം കൊണ്ട് ഇങ്ങനെ മെല്ലെ നീക്കി നേരെയാക്കിയിട്ട് അടുത്ത പിയർ ക്യാപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എപ്പോക്സി എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ള എപ്പോക്സി അല്ല കൊടുത്തിട്ടുള്ളത്, സിൽവർ കളറിലുള്ള എപ്പോക്സിയാണ്. അതാണ് ഇങ്ങനെ പച്ച കളറിലുള്ള ആ ഉതിപ്പ് നമുക്ക് കിട്ടാത്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ തീർക്കാനുള്ള പുറപ്പാടിലാണ് അശോക ബിൽഡ്കോൺ. അതിന് വേണ്ടിയിട്ട് 12.7 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റീച്ച് 5 ഭാഗങ്ങളായി മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഊരാളുങ്കൽ 40 കിലോമീറ്റർ 4 ഭാഗങ്ങളായി മുറിച്ചു കൊടുത്തു. അതേപോലെ ഇവർ 5 ഭാഗങ്ങളായി മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് പണികൾ തീരും. ഏതായാലും ഗർഡർ ലോഞ്ചിങ് ഒക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിയറിൻ്റെ പണികളും നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ ബുദ്ധിമുട്ടുള്ളത് ഇവർക്ക് ഗർഡർ ലോഞ്ചിങ് ആൻഡ് പൈലിംഗ് ആണ്. പൈലിംഗ് പറഞ്ഞാൽ 9 പൈലാണ്. ഒരു പിയറിന് വേണ്ടിയിട്ട് 9 പൈലാണ് ചെയ്യുന്നത്. 80 മീറ്റർ വരെ താഴ്ചയിൽ പൈലിംഗ് നടത്തുന്നുണ്ട്. ഇതും എരുമല്ലൂർ എന്ന ഭാഗത്തിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലം കേട്ടോ. സ്ഥലപ്പേര് ചന്തിരൂർ, എരുമല്ലൂർ, ഏയ്പുന്ന, പിന്നെന്തേനി കുത്തിയത്തോട്, അങ്ങനെ 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേൽക്കൂടെ ഇങ്ങനെ പോകണോണ്ട് അധികം സ്ഥലങ്ങളെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു എരുമല്ലൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു ടൗണാണ് തോന്നുന്നു. കാരണം അരൂർ എത്തുന്നതിന് മുമ്പ്, തുറവൂർ എത്തുന്നതിന് മുമ്പ് വരുന്ന വലിയൊരു ടൗണാണ്. അപ്പോൾ ഈ ഒരു എരുമല്ലൂർ ഭാഗത്ത് എന്തായാലും ഒരു മെർജിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ടൗണിലല്ല, ടൗണ് വിട്ടതിന് ശേഷം കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് എന്തായാലും ഒരു മെർജിങ്, അതായത് ഒരു എക്സിറ്റും എൻട്രി ഇവിടെ ഉണ്ടാകും. എക്സിറ്റും എൻട്രി ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും ഈ ഭാഗത്തോടെ ഉണ്ട് സംഭവം. ഒരുപാട് സ്ഥലത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇതിപ്പോൾ പഴയ ഹൈവേ ആണ്. അവിടുന്ന് ഇങ്ങനെ ആ അങ്ങാടി, കുറച്ചപ്പുറത്തുള്ളൊരു അങ്ങാടി കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ നിന്നാണ് വന്ന് കയറുന്നത്. പിന്നെ ഭാരവാഹനങ്ങൾ നിർത്തി പോകുമ്പോൾ, അതായത് ട്രാഫിക് കൂടുതലുള്ള ഭാഗത്ത് ഭാരവാഹനങ്ങൾ നിൽക്കുന്നു പോകുന്നു. ആ കളി കളിച്ചുകയെന്നുണ്ടെങ്കിൽ റോഡ് പെട്ടെന്ന് കേടുവരും. എത്ര റോഡ് നന്നാക്കിയെന്നുണ്ടെങ്കിലും ഭാരവാഹനങ്ങൾ നിർത്തി പോകുമ്പോണ്ടല്ലോ ആ റോഡ് എന്തായാലും കേടുവരും. അതിന് എന്ത് എൻജിനീയറിംഗ് മഹാത്ഭുതം. കോൺക്രീറ്റ് റോഡുകളാണെങ്കിൽ കുഴപ്പമില്ല. കോൺക്രീറ്റ് റോഡല്ലാതെ ഈ ഒരു ബിറ്റ്വീൻ റോഡുകളിൽ ഭാരം കൂടുതലുള്ള വാഹനങ്ങൾ നിർത്തി പോകുമ്പോൾ ആ റോഡ് കേടുവരും. അതാണ് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിലെ സർവീസ് റോഡ് പറ്റ മോശമാണ്. ഇവരോട് ഞാൻ പറഞ്ഞു, ഈ സർവീസ് रोड पट्ट मोशान है, बहुत मुश्किल है भाई, आदमी लोग पूरा मर जाएगा. इसका भी अच्छा, ज़्यादा सिगरेट पिएगा तो इतनी निकोटिन अंदर नहीं जाएगा, ये पूरा मट्टी अंदर जाता है. वो बोलते हम क्या करेगा भाई, 30 मीटर जगह है, 30 मीटर का अंदर पूरा काम करना है. അപ്പോൾ അവരും പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള പുറപ്പാടിലാണ്. പിന്നെ ഭാരവാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. പിന്നെ ഇതിലൂടെയുള്ള യാത്ര, ഈ ഒരു പണി നടക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ 30 നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് 30 സ്പീഡാണ്. ഇവിടെയുള്ള ആൾക്കാർ, അത് നമ്മളെ ഏരിയയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ തോന്നിയ പോലെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ പൊടി പാറലും കാറ്റൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 4-5 പ്രാവശ്യമായിട്ട് ദിവസവും വെള്ളം അടിക്കുന്നുണ്ട്. വെള്ളം അടിക്കാറില്ല, വള്ളടിയില്ല, വെള്ളം പൊടി പാറാത്തക്കാരുടെ വെള്ളം അടിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്. പിന്നെ എല്ലാ പണി നടക്കുന്ന സ്ഥലത്തും ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ ബുദ്ധിമുട്ട്, ഈ ഒരു പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ 12.5 കിലോമീറ്ററിൽ ബൈക്ക് യാത്രക്കാർക്ക് സുഖമായിട്ട് വെയിലും മഴയും കൊള്ളാതെ സഞ്ചരിക്കാം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ഈ പണിക്ക് ചെറുതായിട്ടൊരു ലാഗ് വരാനുള്ള കാരണം ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയാണ്. ഏത് ചെറിയ മഴ പെയ്താലും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന ഭാഗമാണ് അരൂർ, അതേപോലെ ചന്തിരൂർ എന്ന ഭാഗത്തൊക്കെ. അപ്പോൾ ഈ ഒരു വെള്ളക്കെട്ടുകളും പെട്ടെന്നുള്ള റോഡ് പൊട്ടിപ്പൊളിയിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 12.5 കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലം നിർമ്മിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനമെടുത്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു 12.5 കിലോമീറ്റർ പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 353, അതായത് പിയർ നമ്പർ 353 തുറവൂർ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് പിയർ നമ്പർ 99 ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ ഭാഗവും ഒരേപോലെ ആയതുകൊണ്ട്
കാണുന്നതൊക്കെ ഒരേപോലെ ആയിരിക്കും. ഏതായാലും സുഹൃത്തുക്കളെ നല്ല രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിയറിൻ്റെ പണികളൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള 4 വരിയിലൂടെ വാഹനങ്ങൾ പോയിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും പിയറിൻ്റെ പണികൾ അല്ലെങ്കിൽ പൈലിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഗർഡർ ലോഞ്ചിങ് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഗർഡർ ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഗതാഗത ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ നല്ല മഴ പെയ്യുമ്പോൾ ഇതിലൂടെയുള്ള യാത്ര വൻ ശോകമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കട്ടെ. ഡൈവേർട്ട് ചെയ്ത് വിടുക, അതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ് യു അഗെയിൻ. ജയ് ഹിന്ദ്.